ചേലക്കരയിലെ ഒടുവിലത്തെ കണക്ക് 72.77 കഴിഞ്ഞ തവണ 77 കാര്യം ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചു. വയനാട്ടിലും 65 മുകളിലേക്ക് പോളിംഗ് പോകുന്നില്ല. അപ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ ഒരു പരമ്പരാഗത കാഴ്ചപ്പാട് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM കുറച്ചും കൂടി സുഖണ്ഡിതമായ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർക്ക് പോൾ ചെയ്യാനുള്ള എല്ലാ വോട്ടുകളും പോൾ ചെയ്യിക്കാനുള്ള സംവിധാനമുണ്ടെന്നാണ് പൊതുവെ വെപ്പ്. ഇപ്പോൾ ഈ ചേലക്കര എന്ന് പറയുന്ന മണ്ഡലം അവരെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ് 96 മുതൽ തുടർച്ചയായി ഇങ്ങോട്ട്. അപ്പോൾ CPM അല്ലെങ്കിൽ LDF അവരുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യിക്കാൻ കഴിയും എന്നൊരു സങ്കല്പം പരമ്പരാഗതമായുണ്ട്. പിന്നീട് അതൊക്കെ മാറിയെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പരമാവധി വോട്ടുകൾ ഇടതുമുന്നണി പോൾ ചെയ്യിച്ചിട്ടുണ്ട് എന്ന് വേണമോ ഒരു നിഗമനത്തിലെത്താൻ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കുകളൊക്കെ ശരിയായി വരുമോ? ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ P. ഗഗാറിൻ വയനാട്ടിൽ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് 5 ലക്ഷം ഭൂരിപക്ഷം എന്നുള്ളത് ഒരു UDF നേതാവും തലയ്ക്ക് വെളിവുള്ള ഒരു UDF നേതാവും പോളിംഗ് ശേഷം അവകാശപ്പെടില്ല എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് കണക്കുകൾ നിങ്ങളെക്കാൾ കൂടുതൽ അവർക്ക് കൃത്യമായി വരുമോ? ആരെ പറഞ്ഞ P. ഗഗാറിൻ അല്ലേ CPM വയനാട് ജില്ലാ സെക്രട്ടറി? ആ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് SFIക്കാർ 3 ദിവസം വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയതിനെ ന്യായീകരിച്ച് പ്രസംഗിച്ച CPM നേതാവ് പറയുന്നത് വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത്തരം പണികൾ നടന്ന സ്ഥലത്ത് CPM പ്രവർത്തകരും നേതാക്കന്മാരും പ്രസംഗിക്കുന്ന കേട്ട് ആര് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ പോകുന്ന പറയുന്നത്? ഞങ്ങളുടെ ആളുകൾ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന UDFന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ ആളുകളും അവിടെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന 23-ാം തീയതി വരെ കാത്തിരിക്കാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതുപോലുള്ള ചർച്ചകൾ നമ്മൾ നടത്തിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഞാൻ ആ വിഷയം അവിടെ വിടുകയാണ്. അതിനപ്പുറത്ത് കേരളത്തിലെ സാധാരണപ്പെട്ട മനുഷ്യർ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലും ചേലക്കരയിലും പാലക്കാടും ഒക്കെയുള്ള ആളുകൾ എന്ത് കണ്ടിട്ടാണ് LDFന് വോട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ അരുൺകുമാർ പറയുന്നുണ്ട് പെൻഷൻ കുറച്ച് പെൻഡിങ് ഉണ്ടെങ്കിലും കൊടുക്കുമെന്ന്. ഈ 1600 രൂപ പെൻഷൻ കിട്ടാത്തത് പാവപ്പെട്ട മനുഷ്യരാ, മെഡിക്കൽ ഷോപ്പിലേക്കും പലചരക്ക് കടയിലേക്കും ഓടാൻ നിൽക്കുന്ന മനുഷ്യരാ. അവരുടെ പെൻഷൻ എത്ര മാസത്തെ പെൻഡിങ് ഉണ്ട്? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ 1 മാസത്തെ ശമ്പളം വേണ്ടെന്ന് വെച്ചിട്ട് പെൻഷൻ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ ശമ്പളം വേണ്ടെന്ന് നിങ്ങൾ വെക്കുന്നുണ്ടോ? ഇല്ല. സാധാരണ മനുഷ്യരുടെ 1600 രൂപ പെൻഷനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുള്ളൂ. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ തൊഴുത്തും നീന്തൽക്കുളവും ലിഫ്റ്റും ഒക്കെ നിങ്ങൾ നന്നാക്കുന്നുണ്ട്, മോടി പിടിപ്പിക്കുന്നുണ്ട്, സകല സൗകര്യങ്ങളോടെ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 1,05,00,000 ആഡംബര കക്കൂസിൽ വടക്ക് നിന്ന് തെക്കോട്ട് യാത്ര നടത്തിയെന്താ? കേരളത്തിൽ ഒരു നവകേരളം സൃഷ്ടിക്കുന്നു, സാധാരണ മനുഷ്യർക്ക് സുഭിക്ഷ സുന്ദരമായിട്ടുള്ള കേരളം സൃഷ്ടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ? എന്താ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്? ഒന്നും കൊടുത്തില്ല, വാഗ്ദാനം മാത്രം. പിന്നെ പൊരിഞ്ഞ അടിയും അതിനെ രക്ഷാപ്രവർത്തനം എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുകയും. ഞാൻ അരുൺകുമാർ പറഞ്ഞ സർവകലാശാലകൾ മുന്തിയ രീതിയിൽ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിച്ചു വന്ന 9 സർവകലാശാലയിൽ 10 സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല. എന്താ? ഗവർണറും വിദ്യാഭ്യാസ മന്ത്രിയും സർക്കാരും തമ്മിലുള്ള തർക്കം. 10-66 കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. ആകെയുള്ളത് ആർഷോയെ പോലുള്ള നേതാക്കന്മാർ 10-12 കൊല്ലം പഠിച്ചിട്ടും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെ കോളേജിൽ നിന്ന് റിട്ടയർമെന്റ് കൊടുത്തു വിടേണ്ട ഗതികേട്. നിഖിൽ തോമസിനെ പോലുള്ള ആളുകൾക്ക് ഡിഗ്രി ജയിക്കാതെ MCOM അഡ്മിഷൻ കൊടുക്കുന്നു. ചിന്താ ജെറോബിനെ പോലുള്ള ആൾക്ക് കോപ്പി അടിച്ച PhD തീസിസിന് ഡോക്ടറേറ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഫാക്ച്വൽ എററുള്ള PhD തീസിസിന് ഡോക്ടറേറ്റ് കിട്ടുന്ന പ്രിൻസി കുര്യാക്കോസിനെ പോലുള്ള ആളുകളെ ഇവർ PSC മെമ്പർമാരാക്കുന്നു. ജയിക്കാത്ത കോളേജ് യൂണിയൻ ഇലക്ഷനിൽ ജയിക്കാത്ത വൈശാഖിനെ പോലുള്ള ആളുകളെ കാട്ടാക്കടയിൽ നിന്ന് ഒരു UUC ആക്കി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനാക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെ കോളേജുകൾ, സർക്കാർ കോളേജുകളും യൂണിവേഴ്സിറ്റികളും കുത്തഴിഞ്ഞ പേക്കൂത്തിന്റെ അരങ്ങാക്കി മാറ്റിയതാണ് ഇവരുടെ വികസന നേട്ടം. അത് ശമ്പളവും റേഷനും കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ? പെൻഷൻ കൊടുക്കാത്ത ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ? വെള്ളക്കരവും വൈദ്യുത ചാർജ് വർദ്ധിപ്പിച്ച ഒരു സർക്കാരിന് നാട്ടുകാർ വോട്ട് ചെയ്യോ? നാട്ടുകാർ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിനും UDFനാ. അതുകൊണ്ട് കോൺഗ്രസിനും UDFനും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും പോളിംഗ് ബൂത്തിൽ വന്നിട്ടുണ്ട്. മറ്റ് സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ നിരാശ പൂട്ട് വീട്ടിലിരിക്കുകയാണ്. അഭിലാഷ്, എനിക്ക് 1 മിനിറ്റ് കൂടി തരണം. ഇവിടെ EP ജയരാജൻ പറയുന്നത് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ്. EP ജയരാജൻ വക്കീൽ നോട്ടീസ് അയക്കുക മാത്രമല്ല ചെയ്യണ്ടേ? EP ജയരാജൻ എന്ന് പറഞ്ഞ ഇത്രയും പ്രശസ്തനായിട്ടുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള നേതാവിന്റെ പേരിൽ വ്യാജമായിട്ടുള്ള ഒരു പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരണത്തിന് തയ്യാറാക്കിയ DC ബുക്സിനെതിരെ ഗൂഢാലോചനയ്ക്ക് കേസ് കൊടുക്കണ്ടേ? അതെന്താ? കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? അല്ലെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ? ഗൂഢാലോചനയ്ക്ക് കേസ് കൊടുക്കണം. അല്ലാതെ വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പൊതുസമൂഹം തയ്യാറല്ല. ശോഭാ സുരേന്ദ്രനെതിരെ അയച്ച വക്കീൽ നോട്ടീസ് പോലെ, ഇൻഡിഗോ ഫ്ലൈറ്റിനെതിരെ നടത്തിയ സമരം പോലെ, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറിനെതിരെ എടുത്ത വക്കീൽ നോട്ടീസ് പോലെ. അല്ല, ഞാൻ പറയട്ടെ പക്ഷേ പറയട്ടെ. താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? താങ്കൾ പേരില്ലാത്ത കത്തിനെയും ഒപ്പില്ലാത്ത കത്തിനെ കുറിച്ചും സ്പിരിറ്റ് വേട്ടയെ കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിലെ നീലപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റു പല സാധനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ താങ്കൾ പറഞ്ഞല്ലോ. കള്ളപ്പണം പിടിച്ചതിനെ കുറിച്ച് പറഞ്ഞല്ലോ. നിങ്ങളുടെ നേതാക്കന്മാര് പലതും പറഞ്ഞല്ലോ. ഇറച്ചിക്കടയിലെ പട്ടികളെന്ന് വിളിച്ചില്ലേ നാട്ടുകാരെയും ചാനലുകാരെയും ഒക്കെ. അപ്പൊ ഇതൊക്കെയാണ് പ്രചരണ വിഷയം എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ വിഷയങ്ങൾ ഇതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ, റേഷൻ, ശമ്പളം, വൈദ്യുത ചാർജും വെള്ള ചാർജും വർദ്ധിപ്പിച്ചത്, ജനങ്ങളെ അപ്പാടെ കൊള്ളയടിച്ചുകൊണ്ട് സർക്കാരിന് വേണ്ടിയിട്ട് സുഖലോപിത ജീവിതം നടത്തുന്ന പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ച് ഞങ്ങൾ എണ്ണി തിരിഞ്ഞ് കാണിക്കും. ഇവിടെ ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ.
സ്വപ്ന സുരേഷ് നിരന്തരം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയും മുഖ്യമന്ത്രിയുടെ മകൾക്കും ഭാര്യയ്ക്കുമെതിരെയും ഒരു പുസ്തകം എഴുതിയ ആത്മകഥയിൽ പരാമർശിച്ച വിഷയങ്ങൾക്കെതിരെ നിങ്ങൾക്കൊരു വക്കീൽ നോട്ടീസ് അയക്കണ്ടേ? സ്വപ്ന സുരേഷിനെതിരെ വക്കീൽ നോട്ടീസ് അയക്കണ്ടേ? നിങ്ങളുടെ പാർട്ടി തീരുമാനമെടുത്തല്ലോ കടകംപള്ളി സുരേന്ദ്രനോടും പി ശ്രീരാമകൃഷ്ണനോടും തോമസ് ഐസക്കിനോടും വക്കീൽ നോട്ടീസ് അയക്കാൻ നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് പാർട്ടി അനുവദിച്ചല്ലോ. പാർട്ടി അനുവദിച്ചിട്ടും ആ 3 മഹാന്മാർ എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ നടപടി സ്വീകരിക്കാത്തത്? എം വി ഗോവിന്ദനുള്ള നാണവും മാനവും നിങ്ങളുടെ ഈ നേതാക്കന്മാർക്കും പിണറായി വിജയനും ഇല്ല എന്നാണോ അരുൺകുമാറിന്റെ വാദത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്? ശരി.